ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, സെപ്റ്റംബർ 29 ലോഗോസ് ക്വിസ് നടത്തപ്പെടുകയാണല്ലോ. നമ്മൾ പഠിച്ച എല്ലാ വചനഭാഗങ്ങളുടെയും ആമുഖഭാഗത്തു നിന്നും ലോഗോസ് ക്വിസിൽ വരാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യോത്തരങ്ങൾ നോക്കാം. ഈ വചനഭാഗം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഈശോയിൽ നിങ്ങൾക്കായി ഈ വചനഭാഗം സമർപ്പിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ആമുഖം ഭാഗത്തു നിന്നുള്ള ചോദ്യം, അവയുടെ ഉത്തരങ്ങളും നോക്കാം. ആരാണ് കാനാൻ ദേശത്ത് പ്രവേശിച്ച് വാസം ഉറപ്പിച്ചത്? ഇസ്രായേൽ ഗോത്രങ്ങൾ. യോശുവയുടെ മരണത്തിന് ശേഷം സാവൂളിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായതാരാണ്? ന്യായാധിപന്മാർ. ന്യായാധിപന്മാർ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? യുദ്ധവീരന്മാരായിട്ട്. ന്യായാധിപന്മാരുടെ പ്രവർത്തനകാലം എന്നാണ്? BC 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ 11-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ. ഇസ്രായേൽ ജനം ദൈവത്തോട് അവിശ്വസ്തരായി വർത്തിച്ചപ്പോൾ ആരാണ് പ്രബലപ്പെട്ടത്? ശത്രു. കനന്യർ, മെഹവ്യർ, അമേന്യർ, മിദിയാൻകാർ, ഫിലിപ്സ്യർ ഇവരെല്ലാം ആരുടെ പ്രധാന ശത്രുവായിരുന്നു? ഇസ്രായേൽ ഗോത്രങ്ങളുടെ. ദൈവം ആരുടെ മധ്യത്തിൽ നിന്നാണ് ന്യായാധിപന്മാരെ ഉയർത്തിയത്? ഇസ്രായേൽ ജനത്തിൻ്റെ. എപ്പോഴാണ് ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നത്? ശത്രുവിൻ്റെ പീഡനം സഹിക്കാതെ വരുമ്പോൾ. തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ഇസ്രായേൽ ആരെയാണ് സേവിച്ചത്? ബാൽ ദേവനെയും അശോര പ്രതിഷ്ഠകളെയും. ഇസ്രായേൽ ആരുടെ മുൻപാകെയാണ് തിന്മ ചെയ്തത്? കർത്താവിൻ്റെ മുൻപാകെ. കർത്താവിന് എതിരെ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ ദൈവം ആരുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്? കുഷാൻ നിഷാത്താമിൻ്റെ. കുഷാൻ നിഷാത്താം ഏത് രാജ്യത്തിലെ രാജാവാണ്? മെസ്സപ്പൊട്ടോമിയ. കുഷാൻ നിഷാത്താമിൻ്റെ പീഡനത്തിൽ വലഞ്ഞ ഇസ്രായേൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് അവർക്ക് ആരെയാണ് വിമോചകനായി നൽകിയത്? ഒത്തിനേലിനെ. ഒത്തിനേൽ ആരുടെ പുത്രനാണ്? കെനാസിൻ്റെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുടനീളം കാണുന്നത് എന്തിൻ്റെ മാതൃകയാണ്? രക്ഷാകര ചരിത്രത്തിൻ്റെ. എത്ര നേതാക്കന്മാരുടെ ചരിത്രമാണ് ന്യായാധിപ ഗ്രന്ഥം? 12. ന്യായാധിപന്മാർ ഇസ്രായേലിനെ നയിച്ച അവസരങ്ങളിൽ എന്താണ് അവരിൽ പ്രത്യക്ഷമായിരുന്നത്? ദൈവീക ശക്തി. ആരുടെ കാലഘട്ടത്തിലാണ് ഗോത്രങ്ങൾ സംഘടിതമായി ശത്രുവിനെ നേരിട്ടത്? ഹിദിയോൻ, സാംസൺ. ഇനി പ്രഭാഷകൻ്റെ ഗ്രന്ഥത്തിലെ ആമുഖഭാഗം. ആരാണ് പ്രഭാഷക ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? ജോഷുവ. ആരുടെ പുത്രനാണ് ജോഷുവ? ജെറുസലേംകാരൻ സിറാക്കിൻ്റെ പുത്രൻ. സിറാക്ക് ആരുടെ പുത്രനാണ്? എലിയാസറിൻ്റെ. ആരാണ് ഹീബ്രു ഭാഷയിൽ ഈ ഗ്രന്ഥം തയ്യാറാക്കിയത്? എലിയാസർ. എങ്ങനെയാണ് ഈ ഗ്രന്ഥം അറിയപ്പെട്ടിരിക്കുന്നത്? സിറാക്കിൻ്റെ പുത്രൻ യേശുവിൻ്റെ വിജ്ഞാനം. ഏത് കാലഘട്ടത്തിലാണ് പ്രഭാഷക ഗ്രന്ഥം രചിക്കപ്പെട്ടത്? BC 2-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ. ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വലിയ ഗ്രന്ഥമേത്? പ്രഭാഷകൻ. പ്രഭാഷക ഗ്രന്ഥത്തിൻ്റെ ലത്തീൻ ഭാഷ ഉൾഗാത്ത. ഏത് പേരിൽ നിന്നാണ് പ്രഭാഷകൻ എന്ന മലയാള നാമം കിട്ടിയത്? എക്ലോസിയ സ്റ്റാറ്റിക്യൂസ്. പ്രഭാഷകൻ്റെ ഗ്രന്ഥത്തിൻ്റെ വേറൊരു പേര് സിറാക്ക്. പ്രഭാഷകൻ ഏതെല്ലാം ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഉദ്ധരണികളും സന്ദേശങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത്? പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്നും പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നും. പഞ്ചഗ്രന്ഥങ്ങൾ യോശുവ, സാമുവൽ, രാജാക്കന്മാർ, ദിനവൃത്താന്തം, നെഹമ്യ. പ്രവാചക ഗ്രന്ഥങ്ങൾ യെശയ്യാ, ജെറമ്യ, എസക്കിയേൽ, ഹഗായി, മലാക്കി. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് സന്ദേശങ്ങളും ഉദ്ധരണികളും പ്രയോഗിച്ചിരിക്കുന്നത്. ഇനി
കൊറിന്ത്യസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ ആമുഖം. എവിടെയുള്ള പ്രമുഖ പട്ടണമാണ് കൊറിന്ത്യോസ്? ഗ്രീസ്. അവിടെയുള്ള ക്രിസ്ത്യാനികൾ എങ്ങനെയുള്ളവരായിരുന്നു? താഴ്ന്ന വർഗ്ഗക്കാരും യഹൂദരിൽ നിന്നും മനസ്സ് തിരിഞ്ഞു വന്നവരും. അവർ എല്ലാം ദാനങ്ങളാൽ അനുഗ്രഹീതരായിരുന്നു. പ്രവചനപരവും വിവിധ ഭാഷാപരവും. കൊറിന്ത്യോസുകാർ എന്തിനെക്കുറിച്ച് അറിവ് കുറഞ്ഞവരായിരുന്നു? സന്മാർഗ്ഗ നിയമങ്ങളെക്കുറിച്ച്. പൗലോസ്ലീഹ തൻ്റെ എത്രാമത്തെ പ്രേക്ഷിത യാത്രയിലാണ് കൊറിന്ത്യോസ് സന്ദർശിച്ചത്? രണ്ടാം പ്രേക്ഷിത യാത്രയിൽ. പൗലോസ്ലീഹ ശിക്ഷപ്പെടുത്തിയ പ്രഗല്ഭന്മാർ ആരെല്ലാം? പ്രിസ്കില്ല, തീത്തോസ്, ക്രിസ്പോസ്. കൊറിന്ത്യോസുകാർക്കുള്ള 2 ലേഖനങ്ങളും പൗലോസ്ലീഹ എഴുതിയത് എപ്പോൾ? സ്ലീഹായുടെ 3-ാം പ്രേക്ഷിത യാത്രയിൽ. പൗലോസ്ലീഹ കൊറിന്ത്യോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം എവിടെ വെച്ചാണ് എഴുതിയത്? മക്കോദോനിയയിലെ ഫിലിപ്പിയിൽ വെച്ച്. പൗലോസ് അപ്പോസ്തലനെ കൊറിന്ത്യോസുകാർക്ക് ലേഖനം എഴുതാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? കൊറിന്ത്യോസുകാർ എഴുതി ചോദിച്ച കാര്യങ്ങൾ, അവരെപ്പറ്റി ലഭിച്ച വിവരങ്ങൾ. എന്താണ് കൊറിന്ത്യോസുകാരെ കൂടുതൽ അസ്വസ്ഥരാക്കിയത്? പൗലോസ്ലീഹയുടെ ആദ്യ ലേഖനം. തൻ്റെ ആദ്യ ലേഖനം കൊറിന്ത്യോസുകാരെ ദുഃഖിപ്പിച്ചു എന്നറിഞ്ഞ് സ്ലീഹ എന്ത് ചെയ്തു? വളരെയേറെ ദുഃഖിക്കുകയും അവരെ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തു. പൗലോസ്ലീഹ കൊറിന്ത്യോസുകാരുടെ സന്ദർശനം ഫലമുളവാക്കാതെ എഫെസോസിലേക്ക് മടങ്ങി. അവിടെ എത്തി അദ്ദേഹം എന്ത് ചെയ്തു? കണ്ണീരോടുകൂടെ ഒരു എഴുത്ത് എഴുതി. കൊറിന്ത്യോസുകാരെ ആശ്വസിപ്പിക്കാൻ പൗലോസ്ലീഹ ആരെയാണ് അയച്ചത്? തീത്തോസിനെ. പൗലോസ്ലീഹ എവിടെ ആയിരിക്കുമ്പോഴാണ് തീത്തോസ് ആശ്വാസ സന്ദേശവുമായി മടങ്ങി എത്തിയത്? ഫിലിപ്പിയിലായിരിക്കുമ്പോൾ. തീത്തോസ് ആശ്വാസജനകമായ സന്ദേശവുമായി എത്തിയ ശേഷം സ്ലീഹ എന്താണ് ചെയ്തത്? കൊറിന്ത്യോസുകാർക്കുള്ള 2-ാമത്തെ ലേഖനം എഴുതി. കൊറിന്ത്യോസുകാർക്കുള്ള 2-ാമത്തെ ലേഖനത്തിൻ്റെ പ്രത്യേകത എന്താണ്? സുവിശേഷ പ്രവർത്തനവും അപ്പോസ്തലൻ്റെ വ്യക്തിപരമായ ജീവിതവും. 2-ാം ലേഖനത്തിൻ്റെ 8-9 അധ്യായങ്ങളിൽ പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത് എന്താണ്? ക്രൈസ്തവർ ഔദാര്യശീലമുള്ളവരായിരിക്കണം. ജെറുസലേമിലെ വിശുദ്ധർക്കുള്ള ധനശേഖരണം. ഇനി വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിൻ്റെ ആമുഖഭാഗം. വിശുദ്ധ ലൂക്ക എവിടെയാണ് ജനിച്ചത്? അന്ത്യോക്യയിൽ, വിജാതിയരായ മാതാപിതാക്കളിൽ നിന്നും. വിശുദ്ധ ലൂക്ക ആരുടെ സ്നേഹിതനായിരുന്നു? വിശുദ്ധ പൗലോസിൻ്റെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ആരംഭം എങ്ങനെ? സ്നാപകയോഹന്നാൻ്റെ ജനനത്തെ സംബന്ധിച്ച് ദേവാലയത്തിലുണ്ടായ അറിയിപ്പോടുകൂടി. ഏത് കാലഘട്ടത്തിലാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രചിക്കപ്പെട്ടത്? AD 10 ശേഷം ഗ്രീസിൽ വെച്ച്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത. ലഭ്യമായ എല്ലാ രേഖകളും സസൂക്ഷ്മം പരിശോധിച്ച് ക്രമീകൃതമായ സുവിശേഷം. വിശുദ്ധ ലൂക്ക എഴുതിയ വേറെ ഗ്രന്ഥം ഏത്? അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം. വിശുദ്ധ പൗലോസിൻ്റെ കൂടെ 2-ാമത്തെയും 3-ാമത്തെയും പ്രേക്ഷിത യാത്രയിൽ ഉണ്ടായിരുന്നത് ആരാണ്? വിശുദ്ധ ലൂക്ക. വിശുദ്ധ പൗലോസിൻ്റെ കൂടെ ആരാണ് റോമിൽ കാരാഗ്രഹവാസം അനുഭവിച്ചത്? വിശുദ്ധ ലൂക്ക. പിന്നെ ഒരു ചോദ്യം, ഈശോയോടുള്ള സംഭാഷണം എന്താണ്? വചന വായന. 365 ദിവസം കൊണ്ട് വിശുദ്ധ ബൈബിൾ മുഴുവൻ ഒരാവർത്തി വായിച്ചു തീർക്കുന്ന ചാർട്ടിൻ്റെ പേരെന്ത്? കൊറിയാന. പ്രിയ സഹോദരങ്ങളെ, ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടാൻ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ഇതുവരെ നൽകിയ എല്ലാ സഹകരണത്തിനും സ്നേഹത്തിനും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളും നന്ദി പറയുന്നു. എല്ലാവർക്കും പൂർണ്ണ വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.